ba 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 akaya ya anaya ya akaya ya ja ja. രാജ്യത്തെ ജനസംഖ്യാപ്പെരുപ്പം നിയന്ത്രിക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കുന്ന വന്ധ്യംകരണ നടപടികളിൽ കാര്യമായ പുതുമയുമില്ല. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ചുമതലാഭാരം അത്രയും പാവപ്പെട്ട ആദിവാസികളിൽ കെട്ടിവയ്ക്കുന്ന കാഴ്ചയാണ് പുതിയതായി കണ്ടുവരുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി വന്ധ്യംകരിക്കപ്പെടുന്നതാകട്ടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രാക്തന ഗോത്രവർഗ്ഗങ്ങളും. സംസ്ഥാനത്തെ ആദിവാസി ഭൂരിപക്ഷ മേഖലകളിൽ അടുത്തിടെ നടന്ന ചില വന്ധ്യംകരണ ക്യാമ്പുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തിൻ്റെ നിജസ്ഥിതി തേടുകയാണ് മനോരമ ന്യൂസ്. ലോകത്തു തന്നെ ജനപ്പെരുപ്പത്തിൽ രണ്ടാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യവുമാണ്. അതിന് പലതുണ്ട് മാർഗങ്ങൾ. ബോധവൽക്കരണം, ഗർഭനിരോധനത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളുടെ പരിചയപ്പെടുത്തൽ, വന്ധ്യംകരണ നടപടികൾ, അങ്ങനെ പലതും. ദേശീയ മാനദണ്ഡമനുസരിച്ച് 2 കുട്ടികളിൽ കൂടുതലുള്ളവരെ വന്ധ്യംകരണത്തിന് പ്രേരിപ്പിക്കാം. എന്നാൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത് കാര്യക്ഷമമായി നടക്കുന്നത് ആദിവാസി മേഖലകളിൽ മാത്രമാണെന്നതാണ് വൈരുദ്ധ്യം. ആദിവാസികൾക്കിടയിലെ വന്ധ്യംകരണത്തിന് ആരോഗ്യവകുപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. നവംബറിൽ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ച മെഗാ ക്യാമ്പിൽ 42 പേരാണ് വന്ധ്യംകരിക്കപ്പെട്ടത്. ഇവരിൽ പകുതിയിലേറെ പേരും ആദിവാസികളായിരുന്നു. ഇതിൽ ഭൂരിപക്ഷവും സംരക്ഷിത വിഭാഗമായ കാട്ടുനായ്ക്കരും. ഈ പറഞ്ഞത് യാഥാർത്ഥ്യമോ? വയനാട് നൂൽപ്പുഴ കുമിഴി കാട്ടുനായ്ക്ക കോളനിയിൽ നിന്നാകാം അന്വേഷണത്തിന്റെ തുടക്കം. മധുവിനെ ശ്രദ്ധിക്കാം. അവര് എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്? നിർബന്ധിക്കുന്നെല്ലാം ചെയ്തായിരുന്നു? നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയത്. എന്താ പറഞ്ഞവര്? പെട്ടെന്ന് പോയി നിർത്തി വരണമെന്ന് പറഞ്ഞു. കുട്ടികളുടെ കാര്യത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? കൂടുതൽ വേണ്ടെന്ന്? കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞു. മധുവിനെ കണ്ട് മടങ്ങുമ്പോഴാണ് 5 മാസം മുൻപത്തെ അനുഭവം കുള്ളൻ പങ്കുവച്ചത്. നിങ്ങൾ ചെയ്താണോ? ചെയ്തു. എപ്പോഴാണ് ചെയ്തത്? ഞങ്ങൾ ചെയ്ത് ഇത് 5 മാസമായി. ആരാ കൂട്ടിക്കൊണ്ടുപോയേ? അത് ഞങ്ങൾ അക്കാരുള്ള പിന്നെ സിസ്റ്ററാ. എന്താ അവർ പറഞ്ഞു? എന്ത് പറഞ്ഞാ കൊണ്ടുപോയേ? അവർ പേര് അറിയില്ല. അല്ല, നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്? എന്ത് ചെയ്യാൻ കാരണം? ഇതിപ്പോൾ ചെയ്യണമെന്ന്, നിന്നെ ചെയ്യണമെന്ന് എന്നെ. അപ്പം കൂട്ടിക്കൊണ്ട് പോയി എന്നെ ചെയ്തു. ഞങ്ങൾ ചെയ്തത് പിന്നെ ബത്തേരിയാണ്. അവിടെയാണ് ഞങ്ങൾ താഴെയുള്ള ആശുപത്രിയിൽ ഞങ്ങൾ പിന്നെ ചെയ്തത്. അങ്ങനെ പൈസ എവിടെ തന്നു? ഇല്ല, എവിടെ തരും? തരില്ല. ഇവിടെ എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഈ കോളനിയിൽ എത്ര പേര് ചെയ്തു? വന്നു 6 ആൾ ഇതുവരെ കാണി. ಈಗ ಮಾತು ಇವ ಇಬ್ಬರು ಆಗ ಸಂತೆ ನಕ್ಕ ಗೌರಿ ಗಂಡನ್ನ അല്ല സാറേ, ഞാൻ പറയുന്നത് മൊത്തത്തിലാള്. നിങ്ങളുടെ കൂടെ എത്ര പേര് ചെയ്തു? കൂടെ ഞങ്ങൾ 3 ആള്. ഇവിടെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ? കാട്ടുനായ്ക്കരുത് തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 കൊല്ലത്തിന് മേലായിട്ടുണ്ട് വന്ധീകരണ ശസ്ത്രക്രിയ നടത്താൻ തുടങ്ങിയിട്ട്. ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് അവരോട് പറയും, നിങ്ങൾക്ക് ഇത്രയും കുട്ടികളെ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒന്നാമത് സാമ്പത്തികം നിങ്ങൾക്ക് തീരല്ലാത്തല്ലേ, പിന്നെ നിങ്ങൾ ഇത്ര കുട്ടികൾ ഉണ്ടാക്കുന്നത്, കുട്ടികളെ മാത്രം ഉണ്ടാക്കിയാൽ മതി, അവരെ നല്ലപോലെ പഠിപ്പിക്കണ്ടേ, വിദ്യാഭ്യാസ സാധ്യതയൊക്കെ കൊടുപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് കൊണ്ടുപോയിക്കാൻ ചിലപ്പം 2 കുട്ടികളുള്ളവരായിരിക്കും, ചിലപ്പം 1 കുട്ടിയുള്ളവരും ആയിരിക്കും. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വരുന്ന സിസ്റ്റർമാർ വരും, അതേപോലെ HIO മറ്റുള്ളവരാരെങ്കിലും വന്നിട്ട് ചില ടീമുകളെ നിർബന്ധിച്ച് കൊണ്ടുപോകും, ചില ടീമുകളെ നിർബന്ധിക്കാതെ
അവരെന്തായാലും ചില്ലറ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ടുപോയി ചെയ്യും. നിങ്ങളൊന്ന് കൊണ്ടുപോയപ്പോൾ പൈസ വല്ലതും തന്നിരുന്നോ? 1100 റുപ്യ മരുന്ന് മേടിക്കാനായിട്ട്. ഒരു കോളനി ചെന്നിട്ട് ഒരു കാട്ടനയൊക്കെ ഭാഗത്തിൽ ഒരാളെ കൊണ്ട് വന്ധീകരണ ശസ്ത്രക്രിയ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ TO കത്തെഴുതി കൊടുക്കണം. അവർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിക്കരുത്. പക്ഷെ അതല്ല ഇപ്പം മറ്റുള്ളവർ നോക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണം ആരംഭിക്കുന്നത് വയനാട് നൂൽപ്പുഴയിലെ കുമിഴി കാട്ടുനായ്ക്ക കോളനിയിൽ നിന്നാണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നതാകട്ടെ നിലമ്പൂർ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലും. ഇവിടെയുമുണ്ട് ആദിവാസി വംശഹത്യയ്ക്ക് വഴിതെളിക്കുന്ന വന്ധ്യംകരണ നടപടികളുടെ ജീവിക്കുന്ന ഇരകൾ, ഉദാഹരണങ്ങൾ. ഇവിടേക്ക് ഇവർക്കുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ വഴിയാണ്. ഈ വഴി അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഭയങ്കര ഇത്. കാരണം വെളിച്ചം, റോഡ്, ഇത് രണ്ടും ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണത്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന വനാന്തർ ഭാഗങ്ങളിലാണ് ചോലനായ്ക്കരെയും കാട്ടുനായ്ക്കരെയും പോലുള്ള സംരക്ഷിത ആദിവാസി സമൂഹങ്ങൾ കൂട്ടമായി ജീവിച്ചു പോരുന്നത്. കാടും കാട് തരുന്നതുമാണ് ഇവരുടെ ജീവിതം. വനവിഭവങ്ങൾ ശേഖരിച്ചു വിറ്റും തനത് കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടും ഇവർ ഉപജീവനം നേടുന്നു. ತಾಯಿ ಗುರುಗಳು ಪದವೋ ಚನ್ನಲೆಗಳ ಮಾಮೆ ಗುರುಗಳು ಪದವೋ ಚನ್ನಲೆಗಳ ನಿಮ್ಮ ಪದವಲ್ಲ ಬೇಡುವೆನು ಚನ್ನಲೆಗಳ. പാരമ്പര്യ ജീവന സമ്പ്രദായങ്ങളെ പരമാവധി ആശ്രയിക്കുന്ന ഇവർ പുതിയ ലോകക്രമത്തിൽ നിന്ന് ആർജിക്കുന്നതും കടമെടുക്കുന്നതും ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം. കുടിയേറ്റത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും ഭാഗമായ പുറം ജീവിത രീതികളോട് സമരസപ്പെടാൻ അതുകൊണ്ട് തന്നെ ഇനിയും ഇവർക്കായിട്ടുമില്ല. അവരിലാണ് ജനസംഖ്യാ നിയന്ത്രണമെന്ന ദേശീയ ദൗത്യത്തിൻ്റെ ഭാരമത്രയും അടിച്ചേൽപ്പിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്? ഇത് കുട്ടികളെ നിർത്താനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. എവിടേക്കാണ് കൊണ്ടുപോയത്? നിലമ്പൂർ. എന്നിട്ട് എന്താ ചെയ്തു? അതിന് പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്തു. ശരി. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയപ്പോൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ? ആരോഗ്യം വളരെ ബുദ്ധിമുട്ടാണ് സാറേ. പണിയെടുക്കാനും കഴിയുന്നില്ല, വേദന കാണും. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്? വേറെ പല ബുദ്ധിമുട്ടും തോന്നുന്നു. അതിനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുമ്പോൾ നല്ല കുറവാണ്. കൂലിപ്പണിക്ക് പോകാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞവരിൽ പലരും പിന്നീട് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥതകളുടെ തടവറയിലാണ്. അവൾക്ക് മറ്റേ നെന്നിവേദന, ഊരവേദന, സുഖേട്, പിന്നെ ഒരു 2-3 മാസം അങ്ങനെ ഒരു വർഷം അങ്ങനെ തന്നെ. ഇപ്പോഴും അവൾക്ക് സുഖേട് തന്നെ. ഇപ്പോൾ മരുന്ന് ആച്ചക്കാച്ചൊക്കെ നടന്നും കൊണ്ട് നിൽക്കുക. അതോ ഇപ്പോൾ പാലപ്പാടി പോയിക്കാണ് സാറേ. അവർ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ ഇവിടെ എല്ലാവരും ഒരുങ്ങിയിട്ട്. അപ്പം ചില അവസരത്തിൽ ചില ആൾ പണിക്കൊന്നും പോക്കില്ല, ഭാര്യമാരെ പോകും. ഓപ്പറേഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ? ശരീരം എന്തോ ഒരു വേദന ഉണ്ടാവും. പിന്നെ നടക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല. ജോലിക്ക് പോകാനൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല. തുച്ഛമായ നഷ്ടപരിഹാര വിതരണത്തിൽ ഒതുങ്ങുന്നു ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് ചുമതലക്കാരുടെയും ഉത്തരവാദിത്വം. പണിക്ക് പോകുമ്പോൾ വേദന പൊന്തുക, ഉരക്ക് വേദന, പിന്നെ വാരവേദന മറ്റൊക്കെ വരുന്നുണ്ട്. പണിക്ക് പോയി എങ്ങനെ ജീവിക്കും? കുട്ടികളും പെണ്ണുങ്ങളും.
ആദിവാസികളുടെ ഈ തുടിതാളം നമ്മുടെ ഹൃദയതാളം കൂടിയാണ്. എന്നാൽ ഈ താളം നേർത്തു വരുന്നത് നാം അറിയുന്നു പോലുമില്ല. ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ ബാധ്യത എത്രയും ഈ ചെറിയ സമൂഹത്തിൽ കെട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മെ അസ്വസ്ഥമാക്കാത്തത്? നമ്മുടെ പാരമ്പര്യത്തിൽ അടിയുറയ്ക്കാത്ത, നമ്മുടെ മണ്ണിൽ വേരുറപ്പിക്കാത്ത ഒരാസൂത്രണമാണോ നമുക്ക് ആവശ്യം?